ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിൽ നേരത്തെ എത്തി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് സമ്മറൊക്കെ അല്ലേ, എന്താണെങ്കിലും ഇരുട്ടാൻ വേണ്ടിയിട്ട് നല്ല ലേറ്റ് ആവും സൂര്യൻ അസ്തമിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിരുന്നൊരു ചെറിയ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ച് പോകുന്ന വഴിക്ക് ഇവിടുത്തെ ചായക്കടയായ ടിം ഹോട്ടൽസിൽ നിന്ന് ഞങ്ങൾ വിചാരിച്ച് എനിക്കൊരു കോഫിയും ചിഞ്ചുവിനൊരു തണുത്തൊരു ഐറ്റവും പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ടൊരു പിസ്സയും ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് പോയി അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഡ്രൈവ് ത്രൂ ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. 100 നോട്ടൊന്നും എടുക്കത്തില്ലെന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം കാനഡയിൽ $100 കള്ളനോട്ട് ഇറങ്ങിയായിരുന്നു. അപ്പോൾ മിക്ക റെസ്റ്റോറൻറ്റുകളിലും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. I didn't get the drink. Sorry? I didn't get the drink. The cold brew. Cold brew. അങ്ങനെ നമ്മൾ ടിം ഹോട്ടൽസിൽ നിന്ന് പിസ്സ മേടിച്ചു. എനിക്കൊന്ന് ഒരു 6 months ആക്കോ അല്ലെങ്കിൽ ഒരു 1 year ആക്കോയാണ് ടിം ഹോട്ടൽസിൽ പിസ്സ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചതുകൊണ്ട് ഇന്ന് ടിം ഹോട്ടൽസിൻ്റെ പിസ്സ കഴിക്കാം. നമ്മൾ ഡ്രിങ്ക് കിട്ടി, ഇനി ഒരു ഡ്രിങ്കും കൂടെ വരാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്തുള്ളൊരു സ്ഥലമാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10 to 20 minutes ട്രാവലുണ്ട്. ഒരു ഡാമാണ്, പക്ഷെ ഒരു ചെറിയ ഡാമാണ്. നമ്മുടെ നാട്ടിലുള്ള പോലെ ഭയങ്കര വലിയ സെറ്റപ്പ് ഒന്നുമല്ല. ഒരു ചെറിയൊരു ഡാം, അത് ചെറിയൊരു അണ കെട്ടി നിർത്തിയിരിക്കും പോലെ നമ്മുടെ നാട്ടിലുള്ള. കാരണം എനിക്ക് തോന്നുന്നു ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അവിടെ, വൈദ്യുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ സെറ്റാക്കിയിട്ടുള്ളൊരു ഡാമാണ്. അപ്പോൾ അവിടെ ഒരു നൈസ് സ്പോട്ടുണ്ട്. കഴിഞ്ഞ സമ്മറിൽ പോയപ്പോൾ അത് നൈസായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമുക്ക് ജസ്റ്റ് എന്നാലും ഒന്ന് പോയി നോക്കാം. മഴയെക്കൊച്ച് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഉറങ്ങിപ്പോയി. ഫിഷിങ് ഇവിടെ April 1 to 15 നോ ഫിഷിങ് അല്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറു ഓഫ് റോഡും കൂടെയാണ് ഗൈസ്. വിഷയം സ്ഥലമാണ്. ഇതാണ് നമ്മൾ വന്ന ലൊക്കേഷൻ എന്ന് പറയുമ്പം നൈസല്ലേ. നമ്മൾ ചായ കുടിക്കുകയാണ്. ചായയുടെ കൂടെ തന്നെ ഞങ്ങൾ മേടിച്ച പിസ്സ. ഇതാണ് പിസ്സ. സൗണ്ടും കൂടെ ആയിക്കഴിഞ്ഞാൽ സെറ്റാണല്ലേ.
മറയെ കൊച്ചാണെങ്കിൽ നല്ല ഉറക്കത്തിൽ. മറയെ കൊച്ചും അമ്മയും കൂടെ ഇങ്ങനെ സീനറിയൊക്കെ കണ്ട് കാറിലിരിക്കുക, വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്ത് മനോഹരമായ കാഴ്ചകൾ, ഭയങ്കര വിഷയം. കിഡ്ലൻ ആംബിയൻസ്. വൈകുന്നേരമൊക്കെ ഒരു ചായ കുടിക്കാൻ പറ്റിയ സ്ഥലം വന്നിരുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ടാണ് ഈ എക്സ്പ്രഷൻ മറയെ കൊച്ചിന്. ചിരിക്കടാ. Hello guys, welcome back. I hear you been asking about me, where I've been and where I sleep. It's hard to find me if you really want to. Turns past that takes a cool sign. Same ball cap, same moon boots, trying to outrun the thought of you. But in this town the truth don't stop. You can't live in a town this small. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങി, ഇവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ വിചാരിച്ചു ഇവിടെ അടുത്തൊരു ലേക്കുണ്ട്, ഗില്ലീസ് ലേക്ക് അല്ലേ ചിഞ്ചു? ഞങ്ങൾ അവിടെ ഗില്ലീസ് ലേക്കിൽ ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഗില്ലീസ് ലേക്ക് എത്തുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു സൂര്യൻ അസ്തമിച്ച് കഴിയും. അപ്പോൾ അവിടെ നൈസായിരിക്കും, വലിയ വെയിൽ കാണത്തില്ല. കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്, കുറച്ച് ട്രെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നടക്കാനൊക്കെ ഉള്ളതുകൊണ്ട് നൈസാണ്. വണ്ടിയുടെ അടിയൊക്കെ ഉറഞ്ഞ് അയ്യോ ഷിറ്റ് ഗൈസ്, വണ്ടിയുടെ അടിയൊക്കെ ഉറങ്ങും. പക്ഷേ നൈസ് ഡ്രൈവാണ്. കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 100 മീറ്റർ പോലും ഇല്ല. പക്ഷേ കൊള്ളാം. എൻ്റെ വണ്ടിയിൽ ഈ ഓഫ് റോഡൊക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ആസ്വദിക്കുന്നു ഗൈസ്. ഇതാണ് ഇവിടുത്തെ ഡാം. നമ്മളെ നാട്ടിലെ ചെറിയ എന്തോ തടാകമല്ലല്ലോ, അണയൊക്കെ കെട്ടി നിർത്തുന്ന പോലത്തെ ചെറിയൊരു ഡാമാണ്. ഇലക്ട്രിസിറ്റിയുടെ ഇതിന് വേണ്ടിയിട്ടാണ് ഇവരിത് ഉപയോഗിക്കുന്നത്. ചെറിയൊരു പരിപാടിയാണ്. പക്ഷെ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ടാണ് കിട്ടില്ലം വ്യൂ പോയിൻറ്റും ഫിഷിങ്ങൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാം. നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്ത്. അങ്ങനെ മറയെ കൊച്ച് കളിച്ചോണ്ടൊക്കെ ഇരിക്കുക. മറയെ കൊച്ചിൻ്റെ സീറ്റിൽ. മറയെ കൊച്ചിന് കാറിലിരിക്കാൻ സെപ്പറേറ്റ് സീറ്റൊക്കെ ഉണ്ട് അല്ലേ മറയെ കൊച്ചേ? സെപ്പറേറ്റ് സീറ്റൊക്കെ ഉണ്ട് എൻ്റെ പെണ്ണിന്. അമ്മയാണ് വണ്ടി ഓട്ടിക്കുന്നത്. അമ്മ വണ്ടി ഓട്ടിക്കുക. മറയെ കൊച്ചിൻ്റെ കൂടെയുള്ള അമ്മയുടെ ഡ്രൈവ്. വിഷയം തന്നെ. ഇത് ആരാ? ഐശ്വര്യ സുമ്മാവാ. മറയെ കൊച്ചെ ആരെന്നറിയാ ഓട്ടിക്കുന്നത്? മറയെ കൊച്ചിന്റെ അമ്മയാ. മമ്മ. എൻ്റെ മറിയെ കൊച്ച് നമ്മളടുത്ത് വാക്കിംഗ് ചെയ്യാൻ പോകുകയാണ്. എന്തിനു പോകുകയാണ്? നടക്കാൻ പോകുകയാണ്. സൂര്യൻ അസ്തമിച്ചാൽ വെയിൽ കാണത്തില്ല. അപ്പോൾ മറയെ കൊച്ചിനും കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ നടക്കാൻ പോകുകയാണ്. എന്നാ എൻ്റെ മുഖത്ത് നോക്കുന്നത്? ഞാൻ അത്ര സുന്ദരനാ? ഗില്ലീസ് ലേക്കിലോട്ട് നടക്കാൻ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പം നമ്മളെ വണ്ടി ഓടിച്ച് സഹായിക്കുന്ന ആരാണ്? നമ്മുടെ മറയെ കൊച്ച് വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയല്ലേ നമ്മൾ ഗില്ലീസ് ലേക്കിലോട്ട് പോകാൻ.
ആ പെപ്പേ ഓടി ശബ്ദം ഉണ്ടാക്കണ്ടേ? സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഓടിച്ചോ, ഇനി ശബ്ദം ഉണ്ടാക്കില്ല. ഡ്രൈവ് ചെയ്യുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ചിഞ്ചു എന്തിനു ചമച്ചു? കൊച്ചു വണ്ടി ഓടിക്കുന്നുണ്ടല്ലേ, ശബ്ദമൊന്നും ഇഷ്ടമല്ല കൊച്ചിന്. ഓടിച്ചോ പെട്ടെന്ന് എത്തിക്കോ. സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ പോകണമായിരുന്നു, എന്നാലേ സൂര്യൻ അസ്തമിക്കുന്നത് കാണാൻ പറ്റുള്ളേ. സോറി, ഓടിച്ചോ സ്പീഡിന് എത്തിക്ക്. കൊച്ചേ അറിയാമേ കൊച്ചേ, ഞങ്ങളങ്ങനെ ഗില്ലീസിലേക്ക് എത്തി. ഞങ്ങൾ ഗില്ലീസ് ലേക്കിൽ നടക്കുകയാണ്. വെയിലാണ് പെട്ടെന്ന്, അപ്പോൾ അതുകൊണ്ട് മറിയ കൊച്ച് അങ്ങോട്ട് തിരിഞ്ഞിരുന്നു. ഇതൊരു ചെറിയൊരു ട്രയൽ നടന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതുവഴി പോയി ലേക്കിൻ്റെ ചുറ്റും കറങ്ങി പിന്നെയും നമുക്കിവിടെ വരാം. അപ്പോൾ ഈ ട്രയൽ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ചാടി. ചെറിയൊരു വർക്കൗട്ട് ആവട്ടെ. ഈ ട്രെയിലിൽ കൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുറ്റി കാണാൻ ഭയങ്കര നൈസാണ്. ഇവിടെ നിന്നതാണ്ടേ നമ്മൾ നടന്നു പോകുന്ന സൈഡിൽ കുറച്ച് പൂവൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പൂവൊക്കെ ഞാൻ ചെറുതായിട്ട് എടുത്ത് ഒരു ചെറിയൊരു ബൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഏത് നമുക്കുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. മനസ്സിലായില്ലേ? വലിയ പരിപാടിയൊന്നും പോകണ്ട. നമ്മൾ ചുറ്റുമൊക്കെ ഉണ്ട്, കണ്ടില്ലേ? അതിൻ്റെ ചെറിയ പൂവൊക്കെ ഉണ്ട്. ഇതൊക്കെ പറിച്ചു കൊടുത്ത് നമുക്ക് സന്തോഷം കണ്ടെത്താം. നമുക്ക് ചുറ്റും ഒരുപാട് സന്തോഷങ്ങളുണ്ട്, പക്ഷെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഗൈസ്. അതാണ് ടെൻഷനൊക്കെ വിട്. ഇതുപോലൊരു വാക്കിനിറങ്ങ്, ലൈഫ് അങ്ങോട്ട് എൻജോയ് ചെയ്യൂ. I love you. Thank you. പൂ വാങ്ങിച്ചില്ല. ഈ ലേക്കിന് ചുറ്റുമാണ് നമ്മൾ നടക്കുന്നത്. ഇവിടെ കരടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഇരുട്ടണതിന് മുന്നേ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് എത്തണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടി നടക്കാം. കരടി ഇവിടെ പറഞ്ഞപ്പം ശബ്ദം ഉണ്ടാക്കി നടന്നു കഴിഞ്ഞാൽ കരടി ഒന്നും വരത്തില്ല. അപ്പം അതുകൊണ്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. പേടിക്കല്ലേടാ ദാസാ നീ, ഒരുമിച്ചോടാം. ഞാനെന്താണ്, അങ്ങനെ കരടിയൊന്നും വരത്തില്ല. ഞാൻ ചുറ്റും നോക്കുന്നുണ്ട്. എത്താറാ ഇതുകൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലൊരു കാർഡ് സെക്ഷൻ. മറിയ കൊച്ച് ഉറങ്ങി. നമ്മളിവിടെ നടക്കുമ്പോഴത്തേക്ക് ഈ ട്രെയിനിലെ ഏറ്റവും നൈസായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ തടി വെച്ചിട്ടുള്ള ഈ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ. ഭയങ്കര നൈസാണ് കാണാൻ, ഭയങ്കര ഭംഗി. എനിക്ക് ഇവിടെ കൂടെ നടക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. ഇവിടെ വരുമ്പോൾ ഇതുവഴി നടക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയെല്ലാം നടക്കുന്നത്. ഇതെപ്പോൾ എത്തും എന്ന് വിചാരിച്ച്. നമ്മളങ്ങനെ ഈ ട്രെയിൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് എത്തിയപ്പോഴത്തേക്ക് സണ്ണ് സെറ്റായിട്ട് പോയി. അപ്പോൾ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റില്ല ഗൈസ്. I never thought I'd fly over my own state.
something about those city lights were calling out my name. Now mama, don't you cry. You know there'll come a day where I come visit you at home. And if I never stay. അപ്പം ഇന്നത്തെ ഫുൾ കറക്കം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. മറിയ കൊച്ചിന് ഉറങ്ങാൻ സമയമായി. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.